മക്കൾസ്, എല്ലാവർക്കും നമസ്കാരം. മക്കളെ, നമ്മളെ ക്വാർട്ടർലി എക്സാം ഒക്കെ നിങ്ങൾ ഗംഭീരമായിട്ട് എഴുതി കാണും, ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ക്വാർട്ടർലി പാഠഭാഗങ്ങളിൽ ഉൾപ്പെട്ടതും എന്നാൽ നമ്മൾ സെപ്പറേറ്റ് ആയി വീഡിയോ ചെയ്യാത്തതുമായ ഒരു പാഠമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കിന്ന് പഠിക്കാനുള്ളത് സുരിനാമെ പഹലാദിൻ എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. ഇത് സഫർനാമയാണ്. സഫർനാമ എന്ന് പറഞ്ഞ യാത്രാ വിവരണം എന്നാണ്. ഓക്കെ മക്കളെ, ഇത് ഹിമാംശു ജോഷിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം 7ാം വിശ്വ ഹിന്ദി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് 2003 സുരിനാമിലേക്ക് പോയ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് കണ്ട സംഭവങ്ങളെ യാത്രാ വിവരണത്തിൽ ഉൾപ്പെടുത്തി. ആ പാഠമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹിമാംശു ജോഷി ഹിന്ദിയിലെ ബഹുമുഖി പ്രതിഭാവാൻ രചനാകാർ ഹെ. ഹിന്ദി സാഹിത്യ മേഖലയിലെ ഹിന്ദി സാഹിത്യത്തിലെ എല്ലാ മേഖലയിലും തന്റേതായ സംഭാവനകൾ പതിപ്പിച്ച സാഹിത്യകാരനാണ്. ഹിന്ദിക്ക് ലഗ്ഭഗ് സബി വിധാവുമേ ഉന്നോനെ അപ്പനി ലേഖനി ചലായി. ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും അദ്ദേഹം കഴിവുറ്റ ഒരു സാഹിത്യകാരനാണ്. അതാണ് ഇവിടെ പറയുന്നത് പ്രതിഭാവാൻ എന്ന്. അദ്ദേഹം ഒരു നല്ല പ്രതിഭാവാനായ രചനാകാരനാണ്. ഹിന്ദി സാഹിത്യത്തിലെ എല്ലാ മേഖലയിലും അദ്ദേഹം തന്റേതായ കയ്യൊപ്പ് പതിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് മേ 1935 ജന്മ ഹുआ. 1935 ഉത്തരാഖണ്ഡിലാണ് അദ്ദേഹം ജനിച്ചത്. പത്രകാരികത തഥാ ആകാശവാണി ക്ഷേത്രമേ ഉന്നോനെ കാരിക. പത്രമേഖലയിലും അതുപോലെ തന്നെ ആകാശവാണിയിലും അദ്ദേഹം തന്റേതായ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. യാത്രയും എന്നുള്ളതും നോർവേയും സൂരജ് ചമക്കെ ആദി രാത്ത് എന്നുള്ളതും ആദി ഉൻകെ ശ്രേഷ്ഠ യാത്രാ വൃത്താന്തികെ മുതലായ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട യാത്രാ വിവരണങ്ങളാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ സുരിനാമെ പഹ്ലാദിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ എടുത്ത ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ മക്കളെ, നമുക്കിതിലെ ആദ്യം നമുക്ക് പഠിക്കാനുള്ള പാഠത്തെ കുറിച്ച് നമുക്ക് പറയാം. സുരിനാമെ പഹ്ലാദിൻ സഫർനാമയാണ് ഹിമാംശു ജോഷിയാണ് എഴുതിയത്. ഈ ലേഖനത്തിൽ പറയുന്നതിന്റെ ഒരു ചെറു വിവരണം നമ്മൾ നോക്കാം. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമുക്ക് പോകാം. സാരാംശം എന്ന് പറയുന്നത് സുരിനാമെ പഹലാദിൻ ഹിമാംശു ജോഷി ദ്വാര ലിഖാ ഗയ 7വാം വിശ്വ ഹിന്ദി സമ്മേളൻ യാത്രാ കാ വിവരൺ ഹെ. അതായത് സുരിനാമെ പഹലാദിൻ എന്നുള്ളത് ഹിമാംശു ജോഷി വഴിയായിട്ട് ലിഖാ ഗയ എഴുതിയിട്ടുള്ള 7വാം വിശ്വ ഹിന്ദി സമ്മേളൻ കി 7ാം വിശ്വ ഹിന്ദി സമ്മേളനത്തിന്റെ യാത്രാ കാ വിവരൺ ഹെ. അദ്ദേഹത്തിന് അങ്ങോട്ട് പോയ യാത്രയുടെ വിവരണമാണ്. इसमें लेखक ഇതിൽ ലേഖൻ ശുരൂമേ തുടക്കത്തിൽ സുരിനാം കി ഭൗഗോളികത സുന്ദരത കാ വർണ്ണന കിയ. ആദ്യം തന്നെ അദ്ദേഹം അവിടേക്കുള്ള യാത്രയെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഉൻകെ ബാദ് അതിന് ശേഷം 130 സാൽ പകലെ 130 വർഷങ്ങൾക്ക് മുമ്പ് ഭാരത് ഇന്ത്യയിൽ നിന്ന് ശ്രമികോം കെ രൂപയും തൊഴിലാളികളുടെ രൂപത്തിൽ പഹുഞ്ചായകെ അവിടെ എത്തിച്ചേർന്നിട്ട് അവിടെ സെറ്റിൽ ആയിട്ടുള്ള ഭാരതീയർ വഴി അപ്പനി സംസ്കൃതി ഓർ ഭാഷാക്കു അവരവിടെ സെറ്റിൽ ചെയ്തപ്പോ തങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴുള്ള ഭാഷയും തങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴുള്ള സംസ്കാരത്തെയും സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാനുള്ള സാഹസികമായ കോശിഷ് പരിശ്രമത്തെ രേഖാങ്കിത് കിയാഗ്യഹെ അടയാളപ്പെടുത്തുന്നു, അടിവരയിട്ട് പറയുന്നു. ഫിർ പിന്നെ 7വാം വിശ്വ ഹിന്ദി സമ്മേളൻ കെ പ്രഥം ദിൻ കാ വർണ്ണന ഹെ. പിന്നെ 7ാം വിശ്വ ഹിന്ദി സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തെ പ്രവർത്തനമാണ് പിന്നെ അദ്ദേഹം പറയുന്നത്. ഹിന്ദി ഭാഷ കെ മഹത്വ അപ്പനെ ഭാഷാമേം ബുലന്ദ് കർണേ വാലെ. ഹിന്ദി ഭാഷയുടെ മഹത്വത്തെ തന്റെ ഭാഷണത്തിൽ തന്റെ പ്രസംഗത്തിൽ ബുലന്ദ് കർണേ വാലെ എടുത്തു പറഞ്ഞ സുരിനാമിലെ രാഷ്ട്രപതി ഹിന്ദിക്ക് പ്രചാർമേം ഹിന്ദിയുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഹിന്ദി ഫിലിമും ഹിന്ദി സിനിമകളും ഏവം അതുപോലെ തന്നെ സംഗീതത്തിനുള്ള യോഗദാൻ പങ്കിനെയും മഹത്വത്തെ തഹെ എടുത്തു പറഞ്ഞതിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നു. അത് സുരിനാമിലെ രാഷ്ട്രപതിയാണ് ഈ 7ാം വിശ്വ ഹിന്ദി സമ്മേളനം അവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. അപ്പൊ അവിടെ ഉള്ള ഹിന്ദി സിനിമകളും അവിടെ വരുന്ന ഹിന്ദി പാട്ടുകളും ഇവിടെ ഹിന്ദി ഭാഷ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു. സമ്മേളനമേ ലേഖകു പ്യാർ കെ പുനർമിലൻ ക അനുഭവം ഹോത്തായി. സമ്മേളനത്തിന് അവിടെ ചെന്നപ്പോ 130 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നിന്ന് പോയ ഇപ്പോഴും ഹിന്ദി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സംസ്കാരമൊക്കെ കൊണ്ടു നടക്കുന്ന ആ ഗ്രാമത്തിലെത്തിയ സമയത്ത് ആ പ്രദേശത്തെത്തിയ സമയത്ത് ഇന്ത്യയുടെ മറ്റൊരു സ്ഥലത്ത് എത്തിപ്പെട്ടതാണോ എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. ഒരു പുനർമിലൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പൂർവ്വകാല ഇവിടുന്ന് പോയിട്ടുള്ള ആളുമായിട്ട് ഒരു കൂടിച്ചേരൽ നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അദ്ദേഹം എടുത്തു പറയുന്നു. ഇതാണ് ഈ പാഠത്തിന്റെ സമ്മറി ആയിട്ട് പറയാനുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ 4 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 2 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്, 1 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒന്നാമത്തെ നോക്കൂ മക്കളെ. യാത്രിയോ കാ കൗതുകൽ ബഡാത്ത ചലാ ജാ രഹാ താ. അങ്ങ് സുരിനാമിലേക്ക് പോകുന്ന സമയത്ത് യാത്രക്കാർക്ക് കൗതൂഹലം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ക്യോം എന്തുകൊണ്ടെന്നാണ് അങ്ങനെ ചോദിച്ച ഉത്തരം കിസി ബി യാത്രിക്കയിൽ ഏതൊരു യാത്രക്കാരനും പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ യാത്രാക്കെ ക്ഷൺ കൗതുകൽ കെ ഹൊത്തേ. യാത്രയുടെ സമയത്ത് കൗതുകലം എന്താണ് കാണാനുള്ളത് എന്നുള്ളതിനെ പറ്റി ഒരു ആകാംക്ഷ ഉണ്ടാവും.
അഞ്ചാൻ ജഗവും കെ ബാരമേ അറിയപ്പെടാത്ത കാണാത്ത സ്ഥലങ്ങളെ കുറിച്ച് കൗതുകൽ കാ ബഡ്ന സ്വാഭാവികേ കൗതുകലം വർദ്ധിച്ചു വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് സുരിനാമിലേക്ക് യാത്ര ചെയ്തപ്പോഴും അവിടെ എന്തൊക്കെയാണുള്ളത്, എന്താണ് കാണാനുള്ളത്, പൂർവികരായ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ എങ്ങനെ എത്തിയിട്ടുണ്ടാവും, ഹിന്ദിക്കാരുണ്ടാവുമോ എന്നുള്ള ചിന്തകളൊക്കെ അദ്ദേഹത്തിനും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, അടുത്ത ചോദിച്ചത് രണ്ടാം ചോദ്യം, ഉन्होंने तूफान के बीच दिए की तरह जलाए रखा इससे लेखक का क्या तात्पर्य है? ഉനോനെ അവർ തൂഫാൻ കെ ബീച്ച് കൊടുങ്കാറ്റിന്റെ ഇടയിൽ ദിയേക്കി തരക് വിളക്കെന്ന പോലെ, കൊടുങ്കാറ്റിൽ അണയാതെ കാത്തു സൂക്ഷിക്കുന്ന വിളക്കെന്ന പോലെ ജലായ രക്ക കത്തിച്ചു വെച്ചു. ഇസെ ലേഖക ക്യാ താല്പര്യം, ഇതിലൂടെ ലേഖകൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം, ഭാരതീയ ലോക് ഇന്ത്യക്കാരായ ആളുകൾ ഗിർമിട്ടിയ ശ്രമികോം കെ രൂപമേ, ഗിർമിട്ടിയ എന്ന് പറഞ്ഞ കരാർ, ഗിർമിട്ടിയ എഗ്രിമെന്റ് കരാർ, ശ്രമികോം കെ രൂപമേ തൊഴിലാളികൾ എന്ന രൂപത്തിൽ 130 സാൽ പകലെ 130 വർഷങ്ങൾക്ക് മുമ്പ് സുരിനാമയെ പൗഞ്ചിക്കെ, അതായത് ഇന്ത്യയിൽ നിന്ന് കുറെ കരാർ തൊഴിലാളികളെ 130 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങോട്ട് കൊണ്ടുപോയി, അഥവാ 130 വർഷങ്ങൾക്ക് മുമ്പ് കരാർ തൊഴിലാളികൾ എന്ന രൂപത്തിൽ കുറെ ആളുകൾ അവിടേക്ക് പോയി. പരന്തു എന്നാൽ അപ്പനെ ദേശസെ 20,000 കിലോമീറ്റർ കി, തങ്ങളുടെ രാജ്യത്തു നിന്ന് 20,000 കിലോമീറ്റർ അപ്പുറത്ത് ബ്രസീലിന്റെ അടുത്ത് വടക്കേ അമേരിക്കയുടെ ഭാഗത്ത് ലംബി യാത്രാമേം ബി, നീണ്ട യാത്ര നടന്നപ്പോഴും വേ അപ്പനി ഭാഷ എവം സംസ്കൃതിക്കോ നെഹിബുലി, അങ്ങോട്ട് പോയപ്പോൾ അവർ തങ്ങളെ ജീവിതം അങ്ങോട്ട് പറിച്ചു നട്ടപ്പോൾ തങ്ങളുടെ ഭാഷയും സംസ്കാരത്തെയും അവർ മറന്നുപോയിട്ടില്ല. അവശ്യഹി അപ്പനി ഭാഷാക്കു, തീർച്ചയായും തന്റെ ഭാഷയെ ബച്ചായരക്കിനേക്കിലി ആ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉനോനെ അനേക സംഘർഷവും കാ സാമനാക്കിയ, അവർക്ക് ഒരുപാട് പ്രയാസങ്ങളെ നേരിടേണ്ടി വന്നിട്ട് തങ്ങളുടെ സംസ്കാരവും തങ്ങളുടെ ഭാഷയും ഒക്കെ നിലനിർത്തി പോകാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ലേഖക യഹി താല്പര്യ, അതാണ് ലേഖകൻ ഇങ്ങനെ പറഞ്ഞത്, കൊടുങ്കാറ്റിൽ പോലും കെടാതെ സൂക്ഷിച്ച വിളക്ക് പോലെ അവർ തങ്ങളുടെ സംസ്കാരത്തെ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ഉനോനെ തൂഫാൻ കി ബീച്ച് ദിയേക്കി തരക്, അവർ കൊടുങ്കാറ്റിന്റെ നടുക്ക് വിളക്കെന്ന് അണയാതെ നിർത്തിയ വിളക്കെന്ന പോലെ തങ്ങളുടെ സംസ്കാരങ്ങളെ കാത്തു സൂക്ഷിച്ചു എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, എന്നിട്ട് ആ സംസ്കാരത്തെയും അവരുടെ ഭാഷയും അവർ കാത്തു സൂക്ഷിച്ചു എന്നാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, പരാമാരിബോ ഷഹർ, ആ സുരിനാമിൽ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് പരാമാരിബോ ഷഹർ. സുരിനാമി നഹി, അത് സുരിനാം ഒന്നും അല്ല. ഏക് ഭാരതീയ ഷഹർ ജൈസാ ലഗ് രഹാ ക്യോ, അയ്യോ ഇത് സുരിനാമിലെ സിറ്റി ഒന്നും അല്ല. പരാമാരിബോ എന്ന് പറയുന്നത് സുരിനാമിലെ സിറ്റി ഒന്നല്ല, ഇത് ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് എന്ന് തോന്നിപ്പോവാൻ ലേഖൻ അങ്ങനെ തോന്നിപ്പോവാൻ കാരണം എന്ത്? ഉത്തരം, സുരിനാം കെ 37% ലോക്, അവിടത്തെ 37% ആളുകളും ഭാരതീയ ഹേ, ആരാണ്? ഭാരതീയരാണ്. ഇസി കാരൻസ്, ഇക്കാരണത്താൽ സബ് കഹീം, എവിടെ നോക്കിയാലും ഭാരതീയ സംസ്കൃതി, ഭാരതീയ സംസ്കാരം, സഭ്യത, അതുപോലെ തന്നെ അതിന്റെ കൾച്ചർ, ഏവം ഭാഷാക്ക പ്രതിബിംബ് ദേക്കാ ജാത്തെ, ഭാഷയുടെ പ്രതിബിംബം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു. ഇസി കാരൻസ്, ഇക്കാരണത്താൽ ലേഖകോ പാരിബാരിബോ ഭാരത് ഷഹർ ജയ്സെ ലഗ, അതുകൊണ്ട് അദ്ദേഹത്തിന് പരാമാരിബോ ഭാരതീയമായ ഒരു സിറ്റിയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഓക്കെ, ഇനി അടുത്ത് നോക്കും, അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, ലേഖക് വിശ്വ ഹിന്ദി സമ്മേളനമേ ഭാഗ് ലേനെ കെ ലിയെ, ലേഖൻ ലോക ഹിന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പരാമാരിബോ പൗഞ്ചെ, പരാമാരിബോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഓക്കെ, സുരിനാമിലെ പരാമാരിബോ സ്ഥലത്തെത്തി. സമ്മേളൻ കെ ഉദ്ഘാടന സമാരോഹക്കെ ബാദ്, സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രോഗ്രാമിന് ശേഷം ലേഖക് ബാച്ചിത്ത്, ലേഖകന്റെ സംഭാഷണം കിസി ഭാഗീദാർ സെ, മറ്റൊരു പങ്കാളിയുമായിട്ട് സാത്ത് കൂടെ ഹോത്തി നടക്കുന്നു. വ ബാച്ചിത്തിലേക്ക്, ആ സംഭാഷണം, അതായത് ലേഖകൻ ഹിമാംശു ജോഷി സുരിനാമിലെത്തി പരാമാരിബോ എന്ന സ്ഥലത്ത് സമ്മേളനത്തിന്റെ എത്തിച്ചേർന്നു. ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം അവിടെ പങ്കെടുക്കാൻ വന്ന മറ്റൊരാളുമായി സംസാരിക്കുന്നു, ആ കോൺവെർസേഷൻ തയ്യാറാക്കാൻ. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് മക്കളെ. നോക്ക്, ലേഖകൻ പറയാണ്, ജി ആപ്പ് കാംസിയായി ഹെ, താങ്കൾ എവിടെ നിന്നാണ് വന്നത്? അപ്പൊ ഭാഗീദാർ പറയാ, ജി മൗറീഷ്യസ്, ഞാൻ മൗറീഷ്യസ് എന്നാണ് വന്നത്. അപ്പൊ ലേഖകൻ ചോദിച്ചു, ആപ്കോ ഉദ്ഘാടന സമാരോഹ കൈസലേഖ, അല്ല നിങ്ങൾക്ക് ഈ ഉദ്ഘാടന പരിപാടിക്ക് എങ്ങനെ തോന്നി? അപ്പൊ ഭാഗീദാർ, വാ ബഹുത് ആകർഷക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലോകം കാ ഉത്സാഹ ദേക്കിന് യോഗ്യത, ജനങ്ങളുടെ ആവേശം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അപ്പൊ ലേഖകൻ, ഹാം മുझे भी आश्चर्य हुआ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഉദ്ഘാടകൻ ക്യാ ക്യാ ജോഷിലി ബാത്തേം ബതായി, എന്തെല്ലാം ജോഷിലി ആവേശമുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ബാത്തേം ബതായി, കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പൊ ഭാഗീദാർ പറയാ, ടീക്ക്, മറ്റേ പങ്കാളി പറയാണ്, ഉൻകി ബാത്തേം സഹിഹെ, ആ ഉദ്ഘാടകൻ പറഞ്ഞ വളരെ ശരിയാണ്.
ഭാരത് ഓർ സുരിനാം കെ ബീച്ച്, ഭാരതത്തിന്റെയും സുരിനാം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെയും ഇടയ്ക്ക് അല്ലെ ഒക്കെ ഇടയ്ക്ക് പുരാന ഭാഷായി സംബന്ധി, പഴയ ഭാഷാപരമായ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു. ലേക്ക് യഹി ഹിന്ദി കെ പ്രചാരമേ, ഇവിടെ ഹിന്ദിയുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഫിൽമി ഗീതവും സിനിമാ ഗാനങ്ങളും ഓർ സംഗീതത്തിന്റെ ബഡി ഭൂമിക വലിയ പ്രാധാന്യം തന്നെ, വലിയ പങ്ക് തന്നെ ഇവിടെ ഉണ്ട്. അച്ഛാ ഹം കൽ മിലേങ്കെ, ശരി നമുക്ക് അല്ലെ ഈ ചാണേ, ശരി നമുക്ക് നാളെ കാണാം. അച്ഛാ അല്ലെ നമുക്ക് നാളെ കാണാം. കൽ മിലേങ്കെ, നാളെ കാണാം. ഭാഗിദാർ ഠീക്ക് ഭായ് സാബ്, ശരി ഭായ് സാബ്. ഇതാണ് അവർ തമ്മിൽ നടക്കുന്ന സംഭാഷണം. ഓക്കെ, ഇനി നമുക്ക് വൺ വേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, കുറച്ച് ചോദ്യങ്ങളാണ്. ചോദ്യം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോളൂ. സുരിനാം കി രാജഭാഷ ക്യാ ഹെ, സുരിനാമിലെ രാജഭാഷ എന്താണ്? ഇല്ലേ, ഡച്ച് ഭാഷയാണ് അവിടുത്തെ ഭാഷ. അടുത്തത് സുരിനാമി ഹിന്ദുസ്ഥാനി കോൺ സി ഭാഷാओं का മിശ്രൺ ഹെ, സുരിനാമി ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ്? ഭോജപൂരി തഥാ അവധി, ഭോജപൂരിയും അവധിയും ചേർന്ന ഹിന്ദുസ്ഥാനി ഭാഷയാണ് അവിടെ ഉള്ളത്. ഗിർമിട്ടിയ ശ്രമിക്, കരാർ തൊഴിലാളികൾ, കിൻകെ മാധ്യം സെ, എന്തിന്റെ മീഡിയ വഴിയാണ് ഹിന്ദിക്കോ ഭാരത് സെ ലേ ഗയേ ഹെ, ഇന്ത്യയിൽ നിന്ന് ഭാഷയെ കൊണ്ടുപോയത് എന്തോ ഒരു സംഭവത്തിന്റെ കൂടെയാണ്. എങ്ങനെയാണ്? അതായത് ഹനുമാൻ ചാലീസ എന്ന് പറയുന്ന മതഗ്രന്ഥവും രാമചരിത മാനസ് ആദി ധർമ്മഗ്രന്ഥവും കെ മാധ്യം സെ, ഹനുമാൻ ചാലീസ, രാമചരിത മാനസം എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ അക്കാലത്ത് എഴുതിയത് ഹിന്ദിയിലായിരുന്നു. അതും കൊണ്ടുപോയിട്ടാണ് അവിടെ നിരന്തരമായിട്ട് വായനകൾ തുടങ്ങി. അങ്ങനെയാണ് ആ മാധ്യമത്തിലൂടെയാണ് ആ ഭാഷ അവിടെ നിലനിന്നത്. ഉനോനെ തൂഫാൻ കെ ബീച്ച് ദിയേക്ക് തരക് ജലായി രക്ക, അവർ കൊടുങ്കാറ്റിന്റെ നടുക്ക് വിളക്ക് പോലെ കത്തിച്ചു വെച്ചു. അല്ലേ, യഹാം ദിയ കിസ്കോ സൂചിപ്പിക്കുക കർത്താഹെ, ഇവിടെ ദിയ എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹിന്ദി ഓർ ഹിന്ദി പ്രദേശ് കി സംസ്കൃതി, ഹിന്ദി ഭാഷയും ഹിന്ദി പ്രദേശത്തിന്റെ സംസ്കാരത്തെയുമാണ് കൊടുങ്കാറ്റിന്റെ ഇടയിലുള്ള വിളക്കായിട്ട് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വൺ വേർഡ് ആയിട്ട് ഇങ്ങനെ വരുന്നു, നോക്ക്. വിശ്വ ഹിന്ദി സമ്മേളൻ മേ കിൻ കിൻ കി ഉപസ്ഥിതി, വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ ആരെല്ലാം വന്നിരുന്നു? ഹിന്ദി ലേഖക് വന്നു, ഹിന്ദി പ്രാധ്യാപക പ്രൊഫസർമാർ വന്നു, ഹിന്ദി പ്രചാരകന്മാർ വന്നു, ഓർ ഹിന്ദി സേവി, ഹിന്ദി സേവകന്മാർ വന്നു. ഓക്കെ, ഇത്ര ആളുകളെല്ലാം ഒത്തുചേർന്നാണ് വിശ്വ ഹിന്ദി സമ്മേളനം അവിടെ വന്നത്. ആരൊക്കെ? ഹിന്ദി ലേഖകന്മാർ വന്നു, ഹിന്ദിയിലെ പ്രാധ്യാപകന്മാർ പ്രൊഫസേഴ്സ് വന്നു, ഹിന്ദി പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അധ്യാപകരെ പോലുള്ള സാധാരണക്കാരും ഹിന്ദി പ്രചാരകരുമായുള്ള ആളുകളെല്ലാം വന്നു അല്ലെ. ഓർ ഹിന്ദി സേവി, ഹിന്ദി സേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളെല്ലാം വന്നു. ലേഖകോ കോൺസാ ഷഹർ, ലേഖകൻ ഏത് സിറ്റിയാണ്? ഭാരതീയ ഷഹർ ജയ്സലക, ഇന്ത്യൻ സിറ്റിയെ പോലെ തോന്നിയത്. പരാമാരിബോ ഷഹർ, പരാമാരിബോ എന്ന് പറയുന്ന സുരിനാമിലെ സ്ഥലം അദ്ദേഹത്തിന് ഇന്ത്യൻ സിറ്റിയെ പോലെ തോന്നി. സാത്വാം വിശ്വ ഹിന്ദി സമ്മേളൻ കാ ശുഭാരംഭ് കബ് ഹുആ, അല്ലേ, ഏഴാം വിശ്വ ഹിന്ദി സമ്മേളനത്തിന്റെ ശുഭാരംഭ്, അതായത് ഉദ്ഘാടന കർമ്മം അല്ലെങ്കിൽ പരിപാടികൾ കബ് ഹുആ എന്നാണ് നടന്നത്? ജൂൺ അല്ലെ, 2003 നടന്നത്. 2003 ജൂണിനാണ് ആ സംഭവം നടന്നത്. ഓക്കെ, പിന്നെ നോക്കൂ മക്കളെ, നമുക്ക് അടുത്ത ചോദ്യമായിട്ട് വരുന്നത് ഇങ്ങനെയാണ്. സുരിനാമേം ഹിന്ദി കെ പ്രചാർ പ്രസാർമേ കിൻക വിശേഷ് യോഗദാൻ രഹ, സുരിനാമിൽ ഹിന്ദി പ്രചാരണത്തിന് ഏതിന്റെയൊക്കെ പ്രാധാന്യമുണ്ട്? ഹിന്ദി ഫിൽമും തഥാ സംഗീതക്ക, ഇന്നും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഹിന്ദി സിനിമകളും ഹിന്ദി പാട്ടുകളും ഇന്നും ഹിന്ദി ഭാഷയെ സുരിനാമിൽ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കിസ്കെ പ്രതി സുരിനാമി ലോകോം കാ ഗഹര ലഗാവ് ഹെ, എന്തിനോടാണ് സുരിനാമിലെ ജനങ്ങൾക്ക് ഇത്രയും അധികം ആഴത്തിൽ ബന്ധമുള്ളത്? ഹിന്ദി ചലച്ചിത്രവും കെ പ്രതി, ഹിന്ദി ചലച്ചിത്രത്തോട് ഇന്നും അവർക്ക് വല്ലാത്ത ആഴത്തിലുള്ള ബന്ധമുണ്ട്. സുരിനാമി ഭാരതീയോं के उत्साह को किस विशेष प्रयोग के द्वारा लेखक ने सूचित किया है? സുരിനാമി ഭാരതീയോं के उत्साह को, സുരിനാമിലെ ഹിന്ദി സമ്മേളനത്തിന് പങ്കെടുത്ത 130 വർഷങ്ങൾക്ക് മുമ്പ് പോയുള്ള ആൾക്കാരെ ആവേശം കണ്ടപ്പോൾ കിസ് വിശേഷ പ്രയോഗ കെ ദ്വാര, ഏതൊരു വിശേഷ പ്രയോഗത്തിലൂടെയാണ് ലേഖകനെ സൂചിപ്പിക്കുക? അതായത് പഴയ സുഹൃത്തുക്കളെ ഒരുമിച്ച് തീർന്നു കണ്ട്, പഴയ സഹോദരങ്ങളെ അല്ലെ, ഒരുമിച്ചിരുന്ന സഹോദരങ്ങൾ കുറെ കാലം പിരിഞ്ഞു കാണാതായി പോയതിനു ശേഷം വീണ്ടും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം പോലെയാണ് എനിക്ക് തോന്നിയത്. അതാണ് ഭരത് മിലാപ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം ഇതാണ്. സുരിനാം കാ സൗന്ദര്യ ഏവം വഹീം കെ ഭാരതവംശീയ കെ ബാരേമേം, സുരിനാം കാ സൗന്ദര്യ ഏവം, സുരിനാമിലെ സൗന്ദര്യത്തെയും വഹീം കെ ഭാരതവംശീയ കെ ബാരേമേം ലേഖകനെ ഏക് സിനിമ കാ നിർമ്മാണം കിയ, ലേഖകൻ അവിടത്തെ സുരിനാമിന്റെ സൗന്ദര്യത്തെയും
ഭാരത വംശീയരായ ആളുകളെ പറ്റി ലേഖകയ്ക്ക് സിനിമ നിർമ്മാണം കിയ. ലേഖകൻ ഒരു പുതിയ സിനിമ ഉണ്ടാക്കി. ഈ സിനിമാക്ക പ്രദർശൻ ആപ്കെ സ്കൂൾ മേ ഹോനെ വാല ഹെ. ഈ സിനിമയുടെ പ്രദർശനം നിങ്ങളുടെ സ്കൂളിൽ നടക്കാൻ പോകണം. അതായത് 130 വർഷങ്ങൾക്ക് മുമ്പ് സുരിനാമിൽ പോയി സെറ്റിൽ ആകുകയും ഇവിടുത്തെ ഭാഷയും സംസ്കാരമൊക്കെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഇന്ത്യയിലെ ഒരു പ്രദേശം പോലെയായി വളർന്ന് ജീവിക്കുന്ന ആ സുരിനാമിലെ പഴയ ഇന്ത്യക്കാരായ ഫാമിലിയുടെ ബാക്കിയുള്ള ഇന്നത്തെ ആളുകൾ അവരും ഇന്നത്തെ ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു സിനിമ ഇറക്കി. ആ സിനിമ നിങ്ങളുടെ സ്കൂൾ പ്രദർശിക്കാൻ പോകുന്നു. ഇസ്കായിക്ക് ആകർഷക പോസ്റ്റർ തയ്യാറാക്കി. അതിനൊരു മനോഹരമായ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, സുരിനാം കാ സൗന്ദര്യം ആപ്കെ സാമനെ. സുരിനാമിന്റെ സൗന്ദര്യം നിങ്ങളുടെ മുമ്പിൽ. സുരിനാം ഏക് ഓർ ഭാരതം. സുരിനാമും ഭാരതവും. സിനിമാ പ്രദർശനം അല്ലേ? ആഗസ്റ്റ് 2024 നാക്കാം അല്ലേ? 2024 ഓക്കെ അല്ലെ? ആഗസ്റ്റ് മാസം 12-ാം തീയതി 2024. പിന്നെ നിർമ്മാൺ ഏവം നിദേശക്. സിനിമയുടെ നിർമ്മാതാവ് ഡയറക്ടറും ആരാണ്? പ്രസിദ്ധ ലേഖക് ഹിമാംശു ജോഷി. അദ്ദേഹമാണ് നിർമ്മിച്ചത്, സംവിധാനം ചെയ്തത്. അഭിനേത അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, കാജൽ അല്ലെ, അനുപം ഖേർ എന്നിവരൊക്കെ നമുക്ക് നായകരായിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ. പിന്നെയോ എന്നിട്ട് ബാക്കി ഭാരതവാസിയോക്ക് മാർമി കഹാനി. ഇന്ത്യക്കാരായ ആളുകളുടെ മർമ്മപ്രധാനമായ കഥ. സ്കൂൾ ഹിന്ദി ക്ലബ്ബാണ് ഈ പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ പാഠങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യൻ ആൻസറിലൊക്കെ എഴുതിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് പഠിക്കുക. നമുക്ക് ഗംഭീരമായിട്ട് അടുത്ത ചാപ്റ്ററുമായിട്ട് സാറ് വരാം. നമുക്ക് ഗംഭീരമായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.